ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമ്മൾ നിത്യജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടേണ്ട, ജാഗ്രതയോട് കൈകാര്യം ചെയ്യേണ്ട, മാക്സിമം ഒഴിവാക്കാൻ പാടില്ലാത്ത സുന്നത്തുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മൾ പറഞ്ഞത് സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ചാണ്. അതിൽ നമ്മൾ 10 റക്അത്ത് മുഅക്കദ് പറഞ്ഞു, 12 റക്അത്താക്കിയുള്ള ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഈ 12 റക്അത്തിൽ തന്നെ ഓരോ റക്അത്തിൻ്റെയും പുണ്യങ്ങൾ, ഓരോ വക്തിലുള്ള സുന്നത്തുകളുടെയും പുണ്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ളുഹറിൻ്റെ മുമ്പുള്ള, സുബ്ഹിൻ്റെ മുമ്പുള്ള സുന്നത്ത് പറഞ്ഞു. ളുഹറിൻ്റെ മുമ്പുള്ള 4 റക്അത്തും ശേഷമുള്ള 4 റക്അത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് പറഞ്ഞു വെച്ചത് മഹാനാ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു തൊട്ടുള്ള ഒരു സംഭവമായിരുന്നു, അവർ ഉദ്ധരിച്ച സംഭവമാണ്. അതുപോലെ തന്നെ അതിന്റെ ബാക്കി ഉള്ള ഹദീസുകളാണ് നമ്മൾ പറയുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, ഇബ്നു മാജ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഖാബൂസ് എന്നിവരെ തൊട്ട്. ഖാബൂസ് എന്നിവര് താബീങ്ങളിൽപ്പെട്ട ആളാണ്. ഖാബൂസിന്റെ പിതാവിൻ ഒരിക്കൽ ഖാബൂസ് എന്നിവരെ ആയിഷ ബീവിയുടെ സന്നിധിയിലേക്ക് എന്ത് ചെയ്തു? പറഞ്ഞയച്ചു. മകന്, പിതാവിന്റെ പേര് അബൂലബിയാൻ എന്നാണ്. അബൂലബിയാൻ എന്ന് പറയുന്ന സഹാബിയാണ്. അത്ര പേരിൽ പിന്നെ കൂടുതലൊന്നും ഹദീസുകൾ അങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട സഹാബിയല്ല. പേരുകളും കുറവാണ്, ഹദീസിൽ കുറവാണ്. ഇവര് പിന്നെ കൂഫക്കാരനാണ്. അബൂലബിയാൻ എന്ന് പറയുന്ന ആള് കൂഫയിലാണ്. അവര് പിന്നെ അവസാനമൊക്കെ കൂഫക്കാരനല്ല, കൂഫയിലാണ് ലാസ്റ്റ് അവരുടെ ജീവിതവും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. മുആവിയ റളിയല്ലാഹുവിന്റെ കാലത്ത് മകൻ യസീദിന്റെ, നമ്മൾ പറഞ്ഞല്ലോ, അബൂ അയ്യൂബ് അൻസാരിയൊക്കെ പങ്കെടുത്ത ഒരു യുദ്ധം ഉണ്ടായിരുന്നു, കോൺസ്റ്റാന്റിനോപ്പിളിലേക്കുള്ള ഒരു യുദ്ധം. ആ യുദ്ധത്തിലൊക്കെ യസീദിന്റെ കീഴിൽ അന്ന് കുറെ സഹാബികൾ എന്തിനു പോയിട്ടുണ്ട്? യുദ്ധത്തിന് പോയിട്ടുണ്ട്. അതിൽപ്പെട്ട ആളാണ് ആര്? ഈ അബൂലബിയാൻ എന്ന് പറയുന്ന ഈ സഹാബി. പക്ഷെ അവരുടെ പേരുകൾ എപ്പോഴും ഖാബൂസ് അവരുടെ പിതാവ് എന്നാണ് ഹദീസിൽ അധികം കാണുന്നത്. പിതാവ് ആരാന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് അബൂലബിയാൻ എന്ന് പറയുന്ന സഹാബിയാണ്. ഈ സഹാബി ഇങ്ങനെ ഇത്ര മാത്രമാണ് സഹാബിയെ കുറിച്ച് കൂടുതൽ കാണുന്നത്. പക്ഷെ ഖാബൂസിന്, മകനായ ഖാബൂസിന് അന്ന് അപ്പം എനിക്ക് തോന്നുന്നു അവർ കൂഫയിലായിരിക്കും. എവിടേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടാവും? ആയിഷ ബീവിന്റെ അടുത്തേക്ക്. എവിടേക്ക്? മദീനയിലേക്ക്. എന്തിനാണെന്നറിയോ? ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ. അതാണ് ഇൽമിനോടുള്ള ആർത്തി. ഒരു ചോദ്യം ചോദിക്കാൻ, അതിന് ഉത്തരം കിട്ടാൻ വേണ്ടി മകനെ കൂഫയിൽ നിന്ന് എവിടേക്ക് പറഞ്ഞേക്കാണ്? മദീനയിലേക്ക് പറഞ്ഞേക്കാണ്. ഇങ്ങനെ ചില ആളുകളുടെ യാത്രകൾ കാണാം. മുമ്പ് അബൂദർദ മദീനയിൽ നിന്നൊരാള് ഷാമിലേക്ക് പോയിട്ടുണ്ട്, ഒരു ഹദീസ് ചോദിക്കാൻ. ഒറ്റ ഹദീസ്. അത് അബൂദർദാവ് അവിടെ അബൂദർദാ റളിയല്ലാഹു ഹദീസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് മദീനയിൽ നിന്ന് എന്ത് ചെയ്യും? ഈ സഹാബി അല്ല, താബിയായിരിക്കും. അബൂദർദാ ഉള്ള സഹാബി എന്ത് വാഹനമൊക്കെ റെഡിയാക്കി, പിന്നെ പുറത്ത് ഭക്ഷണമൊക്കെ കിട്ടി റെഡിയായിട്ട് മരുഭൂമിയിലൂടെ പിന്നെ ഷാമിലേക്ക് യാത്ര ചെയ്ത് അവിടെ ചെന്ന് ആ സഹാബിയെ കണ്ട്, നിങ്ങളത്തെ ഒരു ഹദീസ് ഉണ്ട് റസൂലുള്ളാഹിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ഹദീസ് ചോദിച്ച്, അപ്പോൾ കയറിയിരിക്ക് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഹദീസ്. എന്താ? ഇൽമിനെ കുറിച്ചുള്ള ഹദീസാണ്. ഒരാൾ ഇൽമിന്റെ മാർഗത്തിലേക്ക് പ്രവേശിച്ചാൽ സ്വർഗത്തിൽ കടന്നു. സകലരും അവർക്ക് വേണ്ടി മഗ്ഫിറത്തിനെ തേടും. സമുദ്രത്തിലെ മത്സ്യങ്ങളടക്കം തേടിക്കൊണ്ടിരിക്കും. അയാൾക്ക് മുകളിലൂടെ ഇൽമ പഠിക്കാൻ പോകുമ്പോഴും വരുമ്പോഴൊക്കെ മലക്കുകൾ ചിറക് വിടർത്തി അയാളെ മുകളിൽ എന്ത് ചെയ്യും? അയാൾക്ക് തണലിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് അതും കേട്ട് ആ സഹാബി എന്ത് ചെയ്യും? ഹദീസ് മനസ്സിലാക്കിയിട്ട് തിരിച്ച് എവിടേക്ക് വരികയാണ്? സാബി എന്ന് പറഞ്ഞത് ശ്രദ്ധിക്കും, പിഴവാണ്, താബിയായിരിക്കും. എവിടേക്ക് തിരിച്ചും എവിടേക്ക് വരികയാണ്? എന്തിന്? ഈ ഒരൊറ്റ ഹദീസ് പഠിക്കാൻ. ഞാൻ ഒരു റൂട്ട് മാപ്പ് നോക്കി, ഈ ഡിസ്റ്റൻസ്.
അപ്പം ഇങ്ങോട്ട് ഇവിടുന്ന് അങ്ങോട്ട് 1100 കിലോമീറ്റർ, അവിടുന്ന് ഇങ്ങോട്ട് അന്നത്തെ കാലത്ത് 2200 കിലോമീറ്റർ ഒരു ഹദീസ് പഠിക്കാൻ വേണ്ടിയിട്ട് യാത്ര പോയിട്ട്. മനസ്സിലായില്ലേ? അന്നത്തെ കാലത്ത് എങ്ങനെ ഇന്നത്തെ കാലത്ത് വണ്ടി സൗകര്യമൊക്കെ ഉണ്ടോ? ഇല്ല. മരുഭൂമിയിലൂടെ വെയിലും കൊണ്ട് യാത്ര ചെയ്യും. അതേപോലെ ഒരു സംഭവമാണിത്. അബൂ ലബിയാൻ മഹാനായ കാബൂസ് എന്നിവരെ പറഞ്ഞേക്കണം മദീനയിലേക്ക്. ആരതൊക്കെ? ആയിഷ ബീവി. എന്തിന്? ഒരൊറ്റ ചോദ്യം ചോദിക്കാൻ. എന്താണ് ചോദ്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുടങ്ങാതെ പതിവായി ചെയ്യാൻ ഇഷ്ടപ്പെട്ട ഒരു ഇബാദത്ത് ഏതാണ് എന്നിനി ആയിഷ ബീവിയോട് പോയിട്ട് ചോദിക്കണം. അതാണ് ചോദ്യം. അവരൊക്കെ ഏറ്റവും കൂടുതൽ അള്ളാഹുവിലേക്ക് എങ്ങനെയാണ് അടുക്കാൻ പറ്റുക, അതിനുള്ള ഏറ്റവും അഫ്ളലായ വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹിക്ക് ഏറ്റവും എന്നും മുടങ്ങാതെ പതിവായി ചെയ്യാൻ ഇഷ്ടമുണ്ടായിരുന്ന ഒരു ഇബാദത്ത് എന്താണ് എന്ന് നീ ആയിഷ ബീവിയോട് പോയി ചോദിക്കണം. അങ്ങനെ ആ സഹാബി റസൂലുള്ളാഹി ആയിഷ ബീവിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോ ആ സഹാബി ഒന്ന് ചോദിച്ചു, അയ്യ സ്വലാത്തിൻ, ഏത് നിസ്കാരാണെന്ന് കേട്ടോ. ഏതാണ് നിസ്കാരം? പല സുന്നത്തിലുണ്ടല്ലോ, അതിൽ ഏത് നിസ്കാരമായിരുന്നു റസൂലുള്ളാഹിക്ക് എന്നും മുടങ്ങാതെ നിലനിർത്താൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന നിസ്കാരമെന്ന് നീ ആയിഷ ബീവിയോട് ചോദിക്കണം. അപ്പൊ ആ സഹാബി ചോദിച്ചു, അയ്യ സ്വലാത്തിൻ കാന അഹബ്ബ ഇലൈഹി അൻ യുവാളിബ അലൈഹ. ഈ ചോദ്യമാണ് ചോദിച്ചു. ഖാലത്ത്, അപ്പൊ ആയിഷ ബീവി പറഞ്ഞു, കാന യുസല്ലി അർബഅൻ ഖബ്ല ളുഹ്രി യുതീലു ഫീഹിന്നൽ ഖിയാമ വയസ്സുനു ഫീഹിന്ന റുകുഅ വസ്സുജൂദ. റസൂലുള്ളാഹി എന്നും മുടങ്ങാതെ പതിവായി ചെയ്തിരുന്ന, ഞാൻ ശ്രദ്ധിച്ച സുന്നത്തിൽപ്പെട്ട ഒരു സുന്നത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നു? ളുഹറിന്റെ മുമ്പ് എന്നും മുടങ്ങാതെ പതിവായിട്ട് ഏത് നിസ്കരിച്ചിരുന്നു? 4 റക്അത്ത് നിസ്കരിച്ചിരുന്നു. അത് കുറച്ച് സമയമെടുത്ത് നിസ്കരിച്ചിരുന്നു എന്നാണ്. യുതീലു ഫീഹിന്നൽ ഖിയാമ വയഹ്സുനു ഫീഹിന്ന റുകുഅ വസ്സുജൂദ. അതിലെന്ത് ചെയ്തിരുന്നു? നൃത്തത്തിനെ കുറിച്ച് നീട്ടി. അപ്പൊ ചിലപ്പോ എന്തുണ്ടാവും? കുറച്ച് സൂറത്തുകളൊക്കെ വേണമെങ്കിൽ ഓതുന്നുണ്ടാവും. നൃത്തം നേടുമ്പോ അങ്ങനെയല്ലോ, സുന്നത്ത് സൂറത്ത് ഓതാന്നുള്ളതല്ല. പിന്നെ വയസ്സുവിന് ഫീന്ന റുക്കുവ വസ്സുജൂദാണ്. സുജൂദും റുക്കുവൊക്കെ നന്നാക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റേലൊക്കെ സുജൂദ് റുക്കുവൊക്കെ കേടെടുത്തുന്നാണോ? അല്ലല്ലോ. അപ്പൊ അതിന് വേറെ അർത്ഥമുണ്ട്. എന്താണ്? ഒന്നും കൂടി മറ്റുള്ള നിസ്കാരത്തിൽ ചെയ്യുന്നതിനേക്കാൾ സുജൂദ് റുക്കുവൊക്കെ എന്ത് ചെയ്യും? ഒന്നും കൂടി ചിലപ്പോ തസ്ബീഹുകൾ കൂട്ടും. അപ്പൊ 3 ചിലപ്പോ എന്താക്കാം? 5 ആക്കാം, 7 ആക്കാം, ഒക്കെ ചെയ്യല്ലോ. അപ്പൊ നമ്മൾക്ക് ഇവിടെ ശ്രദ്ധിക്കാനുള്ള വെച്ചാൽ, അപ്പൊ ഇതൊക്കെ വളരെ നീട്ടി സമയമെടുത്ത് ചെയ്തിരുന്ന സുന്നത്താണ്. അപ്പൊ പൊതുവെ ചിലരെങ്ങനെയാണെന്നൊക്കെ അറിയില്ല. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അതായത് ചിലപ്പോ സുന്നതസ്കാരത്തിൽ സൂറത്ത് വരെ വേണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ഒഴിവാക്കാം. സമയത്തിനനുസരിച്ച് ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് റുക്കയിലേക്ക് പോവാം. എന്നാലും ഒരാള് സമയം കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല സൂറത്തൊക്കെ ഓതികാണ് ചെയ്യാൻ നല്ലത് ഏതാണ്? ളുഹറിന്റെ മുമ്പുള്ള റക്അത്തിൽ എന്ത് ചെയ്യാം? ഒരു സൂറത്തെങ്കിലും എന്ത് ചെയ്യാം? ഓതികാണ്ട് എന്ത് ചെയ്യാം? അവിടെ ഒന്നും കൂടി സമയം എടുക്കുന്നത് നല്ലതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സമയം പ്രത്യേകിച്ച് എടുത്തിരുന്നു എന്നർത്ഥം. ഇത് ഇബ്നു മാജ ഉദ്ധരിച്ചിട്ടുണ്ട്, ഹാക്കിം ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം തുർമുദി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു ഖുസൈമ എന്ന് പറയും, വലിയ ഹദീസ് പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ ഹദീസ് കിതാബിന്റെ പേര് തന്നെ സ്വഹീഹ് ഇബ്നു ഖുസൈമ എന്നാണ്. സ്വഹീഹ് ഹദീസുകൾ ഇങ്ങനെ ക്രമീകരിച്ചിട്ടുള്ള ഹദീസ് കിതാബ്. ഹദീസ് പണ്ഡിതന്മാർക്ക് നല്ല അറിയപ്പെട്ട ആളാണ്. സ്വഹീഹ് ഇബ്നു ഖുസൈമ എന്നാ പറയാം. അതിലൊക്കെ ഈ ഹദീസുണ്ട്. മറ്റൊരു ഹദീസിൽ കാണാം, സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടിമത്തത്തിൽ നിന്ന് വില കൊടുത്ത് മോചിപ്പിച്ച ഒരു സഹാബിയാണ് ആര്? സൗബാൻ റളിയല്ലാഹു. നബി തങ്ങൾ വളരെ കുറച്ച് ആളുകൾ അങ്ങനെ മോചിപ്പിച്ചിട്ടുള്ളൂ എന്നാ.
അതിൽപ്പെട്ട റസൂൽ നബിതങ്ങളുടെ പണം കൊടുത്തിട്ട് മോചിപ്പിച്ച ആളാണ് ആര്? റസൂലാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു. നബിതങ്ങളുടെ ഇഷ്ടത്തിന്റെ ചരിത്രം പറഞ്ഞു കൊടുത്തൊക്കെ ആ സ്ഥാനത്ത് കയറി വരുന്ന ഒരാളാണ് ആര്? സുബ്ഹാനല്ലാഹ്. നബിതങ്ങളെ തീരെ കാണാതിരിക്കാൻ അദ്ദേഹത്തിന് അവരുടെ പ്രത്യേകത റസൂലാനെ തീരെ കാണാതിരിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. നബിതങ്ങൾ അവരെ വീക്ക്നെസ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര ചെയ്ത് മടങ്ങി വന്നപ്പോ സൗബാറുദ്ദാനെ കണ്ടപ്പോ സൗബാറുദ്ദാൻ എന്തിരുന്നു? വളരെയധികം ടയേർഡായിരിക്കുന്നു. അപ്പൊ റസൂൽ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ നബിതങ്ങളെ കാണാത്തത് കൊണ്ട് പ്രയാസത്തിലായിട്ട് റസൂലാനെ. അപ്പൊ അതില് അവര് ചിന്തിച്ച് എന്ത് റസൂലാനെ ഇപ്പൊ ഇവിടെ ദുന്യാവിൽ വെച്ചിട്ട് എന്ത് ചെയ്യണില്ല, ഒരു ദിവസം കാണാഞ്ഞാൽ എനിക്ക് സഹിക്കണില്ല. ഇനിയിപ്പോ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ റസൂലിന്റെ ദർജ വേറെ കയറും, ഞാൻ വേറെ ഇരിക്കാം, രണ്ടാളും രണ്ട് സ്ഥലത്തേക്കാരോ. അപ്പൊ സ്വർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പൊ എങ്ങനെ ഇനിയിപ്പോ റസൂലിനെ കണ്ടുമുട്ടുക? ഇത് ആലോചിച്ചിട്ട് ആൾക്കാകെ എന്തിട്ടുണ്ട്, ആകെ ടെൻഷനായി. ഒരർത്ഥത്തിൽ പറഞ്ഞാല് സ്വർഗത്തിനേക്കാളും ഇഷ്ടം അസാബിക്ക് റസൂലിനെ ദുന്യാവിലെന്ന് ഇവിടാകുമ്പോ റസൂലിനെ കാണുന്നുണ്ടല്ലോ, അവിടുന്ന് കാണൂലല്ലോ എന്നുകൊണ്ട് നബിതങ്ങളോട് സങ്കടപ്പെട്ടിട്ട് വിഷമം പറഞ്ഞപ്പോൾ റസൂൽ പറഞ്ഞ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കുറച്ചു നേരം ഉണ്ടായിരുന്നു. അപ്പൊ പരിശുദ്ധ ഖുർആന്റെ ആയത്ത് വമയ്യുത്തില്ലാഹ വറസൂല ഫൗലായിക അത് അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. അള്ളാഹിനെ റസൂലിനെ അനുസരിച്ചാൽ തീർച്ചയായിട്ടും അള്ളാഹു തആല അവർക്ക് അനുഗ്രഹം ചെയ്ത വിഭാഗത്തിലാണ്. അവർക്ക് എവിടെ ഉണ്ടാവും? നബിമാരുടെ കൂടെ, സിദ്ദീഖുകളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ എവിടെ ഉണ്ടാവും? സ്വർഗത്തിൽ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ കൂടെ നിങ്ങൾ ഒന്നിച്ച് നിൽക്കണോണ്ട് നിങ്ങൾക്ക് സ്വർഗത്തിലും ആരുടെ കൂടെ നിൽക്കാം? റസൂലുള്ളാഹിന്റെ കൂടെ നിൽക്കാം എന്ന് പരിശുദ്ധ ഖുർആന്റെ ആയത്. ഇത് സഹാബികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ള ഒരു ആയത്താണ്, നമുക്കും സന്തോഷമുള്ള ആയത്താണ്. അപ്പൊ നമ്മൾ ദീൻ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹിന്റെ അടുത്ത് തന്നെ ആർക്ക് നിൽക്കാൻ പറ്റും? നമുക്ക് നിൽക്കാൻ പറ്റും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഈ മഹാനായ സഹാബി പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യസ്തഹിബ്ബു അൻ യുസല്ലി ബഅദ നിസ്ഫിൻ നഹാരി. ആയിഷ ബിയോട് ചോദിക്കാണ്, നബിതങ്ങൾ ഏറ്റവും കൂടുതൽ ളുഹർ പകൽ സമയത്ത്, ഉച്ച സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന സംഗതി കുറിച്ച് ഡിസ്കസ് ചെയ്തു. ആയിഷ ബി നല്ല ബന്ധമാണ്. അപ്പൊ ആയിഷ ബി പറഞ്ഞു, അത് റസൂലുള്ളാഹിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ സമയത്ത് നിസ്കരിക്കണത്. ഇത് സൗബാറുദ്ദാനും പറഞ്ഞ് ചർച്ച വന്നു, ആയിഷ ബീവിന്റെ ഇടയിൽ ചർച്ച എത്തി. അപ്പൊ ആയിഷ ബീവി എന്ത് ചെയ്തു? ഈ വിഷയം ആരോട് ചോദിച്ച്? റസൂലുള്ളാഹിനോട് ചോദിച്ചു. നബി നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ടല്ലോ ഈ സമയത്ത് ഇങ്ങനെ നിസ്കരിക്കാൻ, അതെന്തെങ്കിലും ഇത്ര ഇഷ്ടം എന്ന് വെച്ചപ്പോൾ പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ ഈ സമയം എന്ന് പറഞ്ഞാൽ തുഫത്തഹു ഫീഹി അബ്വാബുസ് സമാഇ, ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കും. നമ്മൾ വിശദീകരിച്ചു എന്ന് പറഞ്ഞാൽ ഇജാബത്തിന് നേരെ ഡയറക്റ്റ് ചാൻസ് ഉണ്ട്. വയൻദുറുല്ലാഹു തആല തബാറക തആല ബിർറഹ്മത്തി ഇലാ ഖൽഖി, അല്ലാഹു അവന്റെ കാരുണ്യം കൊണ്ട് സൃഷ്ടികളിലേക്ക് നോക്കും. എന്നാൽ റബ്ബിന്റെ കാരുണ്യം പൂർണ്ണമായും അടിമയിലേക്ക് ഒഴുകും. വഹിയ സ്വലാത്തുൻ കാന യുഹാഫിളു അലൈഹ ആദം വ നൂഹ് വ ഇബ്രാഹിം വ മൂസ വ ഈസ സ്വലവാത്തുല്ലാഹി അലൈഹി. ഈ നിസ്കാരം എന്ന് പറഞ്ഞാൽ, ഈ സമയത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ ആര്? ആദം നബി, നൂഹ് നബി, ഇബ്രാഹിം നബി, മൂസ നബി, ഈസാ നബി. ഇവരുടെ പ്രത്യേകത എന്താ? ഉലുൽ അസ്മീങ്ങളാണ് അല്ലെ. 1.25 ലക്ഷം പ്രവാചകന്മാരിൽ 313 മുർസലീങ്ങള്, അതിൽ 25 ആളുകൾ ഖുർആൻ പറഞ്ഞ്, അതിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ആര്? ഇവര്. ഈ പ്രവാചകന്മാരൊക്കെ ഈ സമയത്ത് നിസ്കരിച്ചിരുന്നു. അതായത് അവരുടെ ശരീരത്തനുസരിച്ച് നിസ്കാരം, ലോറ് അസർ എന്നല്ല, ഈ സമയത്തിന് അവരെന്ത് ചെയ്തിരുന്നു? പ്രാധാന്യം കൽപ്പിച്ചിരുന്നു. വേറെ ബാങ്ക് കൊടുക്കുന്ന സമയത്തിന്റെ ശേഷം, സവാലിന്റെ ശേഷം ഈ പ്രവാചകന്മാരൊക്കെ ഇബാദത്തിന് വേണ്ടി എന്ത് ചെയ്തിരുന്നു? സമയം കണ്ടിരുന്നു എന്ന് ആയിഷ ബിയോട് ആര് പറഞ്ഞ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടേ.
മറ്റൊരു ഹദീസിൽ കാണാം ളുഹറിന്റെ മുമ്പുള്ള 4 റക്അത്തിനെ കുറിച്ച് കാണാം. ഇത് ബറായിബിന് ഓസിബ് എന്ന് പറയുന്ന മഹാനായ സഹാബിയെ തൊട്ട് ഉദ്ധരിച്ചാണ്. ബറായിബിൻ ഓസിബിനെ കുറിച്ച് നമ്മൾ ഇടയ്ക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പ്രഗത്ഭനായ സഹാബിയാണ്, ഭയങ്കര ധീരനായ സഹാബിയാണ് ബറായിബിൻ ഓസിബ് റളിയല്ലാഹു അൻഹു. മുസൈലിമയുമായിട്ടുള്ള യുദ്ധത്തിൽ വിജയം ഉണ്ടാകാൻ കാരണം ബറായിബിൻ ഓസിബായിരുന്നു. കാരണം എന്തായിരുന്നു? മുസൈലിമയെ മുസ്ലിം സൈന്യം അവരുടെ കൊട്ടാരത്തിന്റെ 4 ഭാഗം വളഞ്ഞു. മുസ്ലിമയുടെ കൊട്ടാരം എന്ന് പറഞ്ഞാൽ എല്ലാ സൗകര്യങ്ങളുള്ള കൊട്ടാരമായിരുന്നു. ഇവർക്ക് ഫുഡ് ഇഷ്ടം പോലെ, ഭക്ഷണങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അതൊക്കെ ക്രോഡീകരിച്ചിട്ടാണ് അവരവിടെ നിൽക്കുന്നത്. മുസ്ലിം സൈന്യമാണെങ്കിലോ മുസൈലിമേനെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? കൊട്ടാരത്തിൽ നിന്ന് 4 ചാടണം, പുറത്തേക്ക് വരെ ചാടിക്കണം. അങ്ങനെ ചാടിക്കാൻ എന്തില്ല, കഴിയണില്ല. കാരണം ഇവരൊക്കെ കൊട്ടാരത്തിന്റെ കോട്ടയുടെ ഡോറുകളൊക്കെ അടിച്ചിട്ട് ഭദ്ര അവിടെ ഇരിക്കുകയാണ്. ഇവർക്ക് എത്ര കാലം നിന്നാലും എന്തില്ല, ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുമില്ല. മുസ്ലിം സൈന്യമാണ് കോട്ടയുടെ പുറത്ത് നിൽക്കുകയാണ്. ഇവർക്കാണ് എന്നോ നാളെ വെച്ചിട്ട് നിൽക്കുക. കാരണം വെച്ചാൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വല്ലാത്ത എന്തില്ല, ഭക്ഷണങ്ങളില്ല. കാരണം മദീനത്തിനാണ്ട് വന്ന് ഉള്ള സാധനമൊക്കെ ഇറക്കി. അന്ന് മുസ്ലിങ്ങളുടെ അവസ്ഥ നമുക്കറിയില്ല, ഒന്നുമില്ല. അപ്പൊ ഉള്ള ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കൊണ്ടുവരാനൊക്കെ ബുദ്ധിമുട്ടാണ്. സാധനം അവിടുന്ന് കൊണ്ടുവരാനുമില്ല. സഹാബികളെ യുദ്ധത്തിന്റെ കഥ നമുക്കറിയാലോ. സഹാബികൾ യുദ്ധത്തിന് പോയിന കഥ എങ്ങനെയായിരുന്നു? എന്തെയ്യുന്നു? യുദ്ധത്തിൽ അധികം ചില സഹാബികളൊക്കെ യുദ്ധത്തിൽ ഭക്ഷണം എന്തായിരുന്നു? ഈത്തപ്പഴം എന്ത് ചെയ്യാം? ഒരാൾ ഊമ്പിയിട്ട് അടുത്താക്ക് കൊടുക്കും. ഈത്തപ്പഴത്തിപ്പോ നീമ്പി എന്താ കിട്ടുക നമുക്കറിയില്ല. ഐസാണെങ്കിൽ കുറച്ച് തണുപ്പെങ്കിലും കിട്ടും, അല്ലേ? ഈത്തപ്പഴത്തിപ്പോ നീമ്പി എന്താ കിട്ടുക? എന്തേ കിട്ടും? അതിമല്ല പൊടി ഉണ്ടെങ്കിൽ അത് കിട്ടും എന്നല്ലാതെ ഈത്തപ്പഴത്തൊന്നും കിട്ടില്ല. ഈത്തപ്പഴം എനിക്ക് തോന്നുന്നു ഈമ്പി ഒന്നും കിട്ടൂല. അതെ, നിങ്ങൾ ആലോചിച്ച് നോക്കി. അത് ഒരു സഹാബി എടുത്ത് ഊമ്പിയിട്ട് അടുത്താക്കി കൊടുക്കുക, അടുത്ത ആള് ഊമ്പിയിട്ട് അടുത്താക്കി കൊടുക്കുക, അടുത്ത ആൾ തിന്നു കഴിക്കൂല. അതുകൊണ്ടാണ് പട്ടിണി മാറ്റി. അത് ചില സാധനങ്ങൾ വായിലെത്തിയ അതിന്റെ ആ നീരിറക്കം കൊണ്ട് തന്നെ ചിലപ്പോൾ എന്തുണ്ടോ അതിനോടുള്ള ആ താല്പര്യം കുറയും. ഇപ്പൊ വെള്ളം ഇതിനോട് ദാഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് വായിലിട്ട് കുപ്പിടിച്ചാൽ തന്നെ ചിലപ്പോൾ എന്തുണ്ട്, പുറത്തുപ്പിയാൽ തന്നെ വെള്ളത്തിന്റെ ആ ഒരു ചിലപ്പോൾ ശമനോടെ കിട്ടും. അങ്ങനെയുണ്ട്, ഒരു സൈക്കോളജിക്കലായിരിക്കാം, അള്ളാഹു. ഇതിങ്ങനെ നീണ്ടു പോവാണ്, യുദ്ധം ഇങ്ങനെ വെയിറ്റിംഗ് ഇങ്ങനെ കൂടാണ്, ഒരു പരിഹാരമില്ല. കോട്ടന്റെ വാതിൽ തുറക്കണം. ലാസ്റ്റ് ബറായി ബിൻ വസീബ് പറഞ്ഞു, നിങ്ങളൊരു ഭയങ്കര ധീരനാശ, ഭയങ്കര ധൈര്യമാണ് അവർക്ക്. ബറായി ബിൻ വസീബ് പറഞ്ഞു, നിങ്ങൾ എന്നെ എടുത്തിട്ട് അപ്പുറത്തേക്ക് കോട്ടന്റെ ഉള്ളിൽ എറിഞ്ഞ വാതിൽ ഞാൻ തുറന്നു തരാറ്. അങ്ങനെ വരെ എന്ത് ചെയ്ത് നിങ്ങളെല്ലാവരും എന്നെ പൊന്തിച്ചിട്ട് എന്ത് ചെയ്യാ, ഇവിടുന്ന് മതിലിന്റെ മേലെ കയറിയായിരുന്നു. വെയിറ്റ് കുറച്ച് കുറവുണ്ടോന്ന് നിങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവരെന്ത് ചെയ്ത് കുറച്ച് വലുപ്പമുള്ള പരിചയം ആരെടുത്തി, ബറായി ബിൻ വസീബ് ഇരുത്തി. എന്നിട്ട് എല്ലാ ഭാഗത്തും കുന്തത്തിവിടെ കെട്ടിയാൽ എല്ലാവരും കൂടി ഒന്നിച്ചൊരു ഒറ്റ ഏറുണ്ട് എറിഞ്ഞപ്പോ ബാക്കി ഒരു കോട്ടന്റെ മതിൽമ കയറി നേരെ കോട്ടന്റെ വാതിൽമ കയറിയിട്ട് ഉള്ളിൽ നിന്ന് തുറന്നോടുകൂടി എന്ത് ചെയ്യും, മുസ്ലിം സൈന്യം കംപ്ലീറ്റ് എന്ത് ചെയ്ത് അങ്ങോട്ട് പ്രവേശിച്ച് പിന്നെ അവിടെ വിജയം കിട്ടി. അല്ലെങ്കിൽ ആ മുസൈലിമയുമായി ബന്ധപ്പെട്ട ചിത്രത്തിന്റെ അവസ്ഥ വേറെ ആയിരിക്കും. ആലോചിച്ച് നോക്കി, ഇവിടെ എന്താ ഉള്ളത്? അള്ളാഹുവിന്റെ ദീന് എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതാണ് അവരൊക്കെ ചിന്തിക്കുന്നത്. ജീവന നടന്നില്ല, പ്രശ്നമല്ല. ബറാബി ഓസി പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മൻ സ്വല്ലാ ഖബല ദുഹരി 4 റകഅത്തിൻ കഅന്നമാ തഹജ്ജദ ബിഹിന്ന മിൻ ലൈലത്തി. അതാണ് ളുഹറിന്റെ മുമ്പ് ഒരാൾ 4 റകഅത്ത് നിസ്കരിച്ചാൽ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നത് പോലെയാണ് എന്നാണ്. ഇത് ഇമാം തൊബ്രാനി ഉദ്ധരിച്ചിട്ടുണ്ട്, പലരും ഉദ്ധരിച്ചിട്ടുണ്ട്, തൊബ്രാനി ഉദ്ധരിച്ചിട്ടുണ്ട്. രാത്രി മസ്റൂഖ് റളിയല്ലാഹു എന്ന് പറഞ്ഞ വലിയ മഹാനുണ്ട്, താബീങ്ങൾ വലിയ പ്രമുഖനാണ് മസ്റൂഖ്, ഇടയ്ക്ക് പറയാറുണ്ട്. അവരെ തൊട്ടും
ഇങ്ങനെ ഒരു ഉദ്ധരണി കാണാം. ഇതും തുബ്രാനി ഉദ്ധരിച്ചാണ്. മസ്റൂഖ് റളിയല്ലാഹു അൻഹു ആരാ? മസ്റൂഖ് ശരിക്കാന്ന് പറഞ്ഞാൽ ശരിക്കെന്താ? ശരിക്കാ പറഞ്ഞ സാരിക്ക് പറഞ്ഞ എന്താ? സാരിക്ക് ഖോഫ് കള്ളൻ അല്ലേ? മസ്റൂഖ് പറഞ്ഞ എന്താ? മോഷ്ടിക്കപ്പെട്ടയാള്. മോഷ്ടിക്കപ്പെട്ട ആളെന്ന് പറയാൻ കാരണം ചെറിയ കുട്ടിയായപ്പോ ആരോ കട്ടുണ്ടേ, ആരെ വരെ കുറച്ച് ദിവസം കാണാല്ലേ, പിന്നെ കിട്ടി. അപ്പൊ പിന്നെ അത് നമ്മളാ കട്ടുണ്ടായ കുട്ടിയല്ലേ, കട്ടുണ്ടായ കുട്ടിയല്ലേ നാട്ടിൽ ഇങ്ങനെ പറഞ്ഞു. ലാസ്റ്റ് മസ്റൂഖ് അല്ല, മസ്റൂഖ് ഉണ്ട്. ലാസ്റ്റ് മസ്റൂഖ് റളിയല്ലാഹു അൻഹു. ശരിക്കുള്ള പേരെന്ത് ചെയ്ത്? നാട് മറന്നു. അങ്ങനെയാണ് മസ്റൂഖ് എന്നവരുടെ വലിയ ആബിദായിരുന്നു എന്നാണ്. ഭയങ്കര ആബിദായിരുന്നു. നിസ്കരിച്ചിട്ട് കാലുമ നീര് വന്നിരുന്ന മാന. നിസ്കരിച്ചിട്ട് കാലുമ നീര് വരാം. നമുക്ക് നടന്നിട്ടും പ്രമേയം പിടിച്ചിട്ടും പ്രസവം പിടിച്ചിട്ടൊക്കെ ഏത് വരാം? നീര് വരാം. ഏത് സമയത്ത് നിസ്കാരമായിരുന്നു. നിസ്കരിച്ചിട്ട് ലാസ്റ്റ് കാൽമ നീര് വന്ന മാനായ സഹാബിയ. അതൊക്കെ അതിന്റെ കൂടെ നടക്കും. എന്നാലും ഒഴിവ് സമയം ഇഷ്ടം പോലെ ഉണ്ട്. ഇബാദത്തിന് എപ്പോഴും എന്ത് ചെയ്യും? സമയം കിട്ടും. അതതിന്റെ കൂടെ നടക്കും. ഈ കണ്ട ഇൽമക്ക അതിന്റെ കൂടെ കിട്ടുന്നുണ്ടല്ലോ. സമയത്തിന് ബർക്കത്ത് തന്നെ അല്ലാഹു തആല തരാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. ഞങ്ങളെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ശ്രേഷ്ഠനായ ആളുകളെ കണ്ടിട്ടില്ല എന്ന് ഒരുപാട് മഹാന്മാർ അവരെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഉദ്ധരിച്ചിട്ടുണ്ട്. അവരും പറയുന്നുണ്ട്. അബ്ദുള്ള എന്ന സഹാബിയെ തൊട്ട് അവരുദ്ധരിക്കുന്നുണ്ട്. ലൈസ ഷൈഉൻ യഅദിലു സ്വലാത്തിൽ ലൈലി മിൻ സ്വലാത്തിൻ നഹാറി ഇല്ലാ റബഅൻ ഖബ്ല അൽ-ളുഹരി. രാത്രി നിസ്കാരത്തിനോട് കിടപിടിക്കുന്ന ഒറ്റ നിസ്കാരമേ പകൽ സമയത്തുള്ളൂ. അത് ളുഹറിന്റെ മുമ്പ് 4 റക്അത്ത് ആണ് എന്ന് കാണാം. അപ്പൊ രാത്രി നിസ്കാരത്തിനോട് കിടപിടിക്കുന്ന ഒരു നിസ്കാരമാണ് ഏത്? ളുഹറിന്റെ മുമ്പുള്ള 4 റക്അത്ത് സുന്നത്ത് എന്ന് മനസ്സിലാക്കുക. പറയാൻ വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞ ബറാഇബിൻ വാസിബിനെ തൊട്ടുള്ള ഉദ്ധരിച്ച ഉദ്ധരണി തന്നെയാണ്. കഅന്നമാ തഹജ്ജദ ബിഹിന്ന മിൻ ലൈലത്തിഹി. രാത്രി നിസ്കരിച്ച നിസ്കാരത്തിനെ പോലെയാണ്. മാത്രമല്ല മസ്റൂഖ് റളിയല്ലാഹു അൻഹു വേറൊരു റിപ്പോർട്ടും കാണാം. അതിൽ തന്നെ ബാക്കി കാണാം. വഫളലുഹുന്ന അലാ സ്വലാത്തിൻ നഹാരി കഫളലി സ്വലാത്തിൽ ജമാഅത്തി അലാ സ്വലാത്തിൽ വഹദത്തി എന്നാണ്. മറ്റു നിസ്കാരത്തെ അപേക്ഷിച്ച് മറ്റു സുന്നത്തുകളെ അപേക്ഷിച്ച് ഈ സുന്നത്തിലുള്ള പ്രത്യേകത ഒരു ഒറ്റക്ക് നിസ്കരിക്കുന്നതും ജമാഅത്തായി നിസ്കരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമുണ്ട് എന്നും മസ്റൂഖ് റളിയല്ലാഹു അൻഹു തന്നെ കാണാം. മനസ്സിലായോ? ഞാൻ പറഞ്ഞ മനസ്സിലായോ? മറ്റു സുന്നത്തുകൾക്ക് ഈ സുന്നത്തിലുള്ള ശ്രേഷ്ഠത ഒറ്റക്ക് നിസ്കരിക്കുകയും ജമാഅത്തായി നിസ്കരിക്കുകയും തമ്മിലുള്ള വ്യത്യാസം എന്താ? 27 ഇരട്ടി. അപ്പോൾ ഒരു റക്അത്ത് നിസ്കരിച്ചാൽ മറ്റു റക്അത്ത് സുന്നത്തുകളിൽ 27 വട്ടം നിസ്കരിക്കുന്നതിനോട് തുല്യമാണ് ളുഹറിന് മുമ്പുള്ള നിസ്കാരം. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഈ സമയത്ത് അള്ളാഹുവിനെ പ്രകീർത്തിക്കാത്ത ഒരു സൃഷ്ടിയും ഇല്ല എന്ന്. ഈ സമയത്ത് അള്ളാഹുവിനെ പ്രകീർത്തിക്കാത്ത ഒരു സൃഷ്ടിയും ഇല്ല. മനുഷ്യനല്ല, ജിന്നല്ല, മലക്കുകളല്ല, ജീവ വസ്തുക്കളും ജീവമില്ലാത്ത വസ്തുക്കളും എല്ലാ വസ്തുക്കളും റബ്ബ് തആല എന്ത് ചെയ്യുന്നുണ്ട്? വമാ മിൻ ഷൈഇൻ ഇല്ലാ ഹുവ യുസബ്ബിഹുല്ലാഹു ഫീ തിൽക സഅ. ഈ സമയത്ത് അള്ളാഹുവിനെ പ്രകീർത്തിക്കാത്ത ഒരു സൃഷ്ടിയും ഇല്ല എന്നാണ്. അപ്പൊ ആ സമയത്ത് പഠിച്ചവന് വേണ്ടി സമയം കണ്ടെത്താത്ത മനുഷ്യൻ എത്ര പരാജിതനാണ് അല്ലേ? മോശല്ലേ? എല്ലാവരും കൂടുമ്പോ നമ്മളൊന്ന് കൂടിക്കൊടുക്കഞ്ഞാല്. അപ്പൊ ളുഹറിന്റെ മുമ്പുള്ള ഞാൻ പറഞ്ഞല്ലേ, അതാണ് ഉമ്മു ഹബീബയെ തൊട്ടുള്ള ഉദ്ധരണിയിൽ നിങ്ങൾ 10 ആക്കുന്നത് 12 ആക്കണമെങ്കിൽ ആദ്യം മോക്കത് 10 സംശയമില്ല. അത് 12 ആക്കിയാൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ആ 12-ൽ ആദ്യം പരിഗണിക്കേണ്ടത് ളുഹറിന്റെ മുമ്പുള്ള 4 റക്അത്ത് ആക്കുക. 2 എന്ത് ചെയ്യുക? 4 ആക്കുക. അപ്പൊ നമ്മൾ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പറഞ്ഞിട്ടുള്ള വിഷയം ഒന്ന് തന്നെയാണ്. ളുഹറിന്റെ മുമ്പുള്ള 4 റക്അത്ത്. അത് എല്ലാവരും നിലനിർത്തുന്നുണ്ടല്ലോ, ഇപ്പൊ ചെയ്യണ്ടല്ലോ. അതങ്ങനെ എന്ത് ചെയ്യുക? കണ്ടിന്യൂ ആയി പോരാ ഇൻഷാ അല്ലാഹ്. ളുഹറിന് ശേഷവും ഉണ്ട് 4 തന്നെയാണ്.
ബാക്കി ഇൻഷാല്ലാ പിന്നീട് വിശദീകരിക്കും. തൽക്കാലം അവിടെ നിർത്തുന്നത്. അള്ളാഹു തആല നമ്മൾ പറഞ്ഞു കേട്ടും എല്ലാം സ്വാലിഹായ അമലാക്കി സ്വീകരിക്കട്ടെ. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ.